യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വീകരിക്കുകയും നിങ്ങളെ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള 2 ദിവസങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതലായി പ്രയോജനപ്പെടുത്താം. സമാപിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ധാരാളം ആളുകൾ വരാൻ ആഗ്രഹിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വെള്ളിയാഴ്ചയാണ് ഈ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസം. ആ ദിവസം നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. സാധിക്കുന്നവർക്ക് ഇവിടെയുള്ള ഏകദിന ധ്യാനങ്ങളിൽ പങ്കെടുക്കാം. ആ ദിവസത്തിൽ വ്യാഴാഴ്ചയും വരാം. താമസ സൗകര്യം ക്രമപ്പെടുത്താം. നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ദിവസവും കേൾക്കുന്ന, വിശ്വസിച്ചേറ്റെടുക്കുന്ന വചനത്തിലൂടെയാണ് ഒരാൾക്ക് വേണ്ട ആ ദിവസം വേണ്ട ദൈവാനുഗ്രഹം ദൈവം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരിലൂടെയെങ്കിലും ഒരു വചനം നിനക്ക് അയച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചിട്ടുണ്ട്. കാരണം നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതിയുള്ളത് കൊണ്ടാണ് ഈ വചനം നിന്നോട് കേൾക്കാൻ ആരോ നിന്നോട് പറഞ്ഞത്. നിന്നെ അനുഗ്രഹിക്കാനും നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും നിൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാനും ദൈവം തമ്പുരാൻ്റെ മനസ്സിൽ നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു നല്ല പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം, ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും സഹായത്തോടെ ആയിരിക്കും ഈ വചനം കേൾക്കുന്നത്. ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ആർക്കൊക്കെയാണോ ഈ വചനം അയച്ചു കൊടുത്തത്, ആരൊക്കെയാണോ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നത്, എല്ലാവരെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്. വ്യക്തിപരമായി വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്നലെ ഒരു അത്ഭുത സൗഖ്യം ഞാൻ കേൾക്കുവാനിടയായി. ആ വ്യക്തി ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളല്ല, ഇസ്രായേൽ എന്ന രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ വ്യക്തി ഇങ്ങനെയാണ് എന്നോട് സാക്ഷ്യം പറഞ്ഞത്. എനിക്ക് ചെവിയിൽ ഇയർഫോൺ വെച്ചാണ് ഞാൻ വചനം കേൾക്കുന്നത്. ജോലി ചെയ്യുമ്പോഴൊക്കെ ആ വചനം കേൾക്കുമ്പോൾ എൻ്റെ ചെവി, എനിക്ക് ഒരു കാര്യവും ഇങ്ങനെ ഇയർഫോൺ വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വേദനയാണ്. ആ വേദന വർദ്ധിച്ചു കഴിയുമ്പോൾ അത് തലവേദനയായി അങ്ങ് മാറും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ഇയർഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ വചനം എങ്ങനെ ഈ വേദന സഹിച്ചും ഇങ്ങനെ ഈ വചനം കേട്ടു. പക്ഷെ അതിന് ശേഷം നടന്നത്, ഒരു ദിവസം അങ്ങനെ വചനമൊക്കെ കേട്ട്, ദൈവമേ, എനിക്ക് വചനം പോലും ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തല പൊട്ടിപ്പോകുന്ന വേദനയിലേക്ക് അതങ്ങ് മാറും. ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷേ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ അങ്ങനെ പങ്കെടുത്തപ്പോൾ വേദന സഹിച്ച് പ്രാർത്ഥിച്ചത് ഭവനത്തിൻ്റെ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ വ്യക്തി ആദ്യം അനുഭവിച്ചത് ആ ഫോണുമായി ബന്ധപ്പെട്ട്, ചെവിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ വേദന, ആ അസ്വസ്ഥത. അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിച്ച് എതിലേ പോയെന്നറിയത്തില്ല, എങ്ങനെ അത് മാറിയെന്നറിയില്ല. പക്ഷെ അതായിരുന്നില്ല നിയോഗം വീടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ചെവിയുടെ വേദന പ്രശ്നങ്ങളൊക്കെ നാളുകളായി അഭിമുഖീകരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ആ വചനത്തിൻ്റെ കേൾവി ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിടുതലിന് കാരണമായി. പ്രിയപ്പെട്ടവരെ, ഈ വചനം ദൈവം നിന്നെ സന്ദർശിക്കുന്ന സമയമാണ്. ഞാൻ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞതാണ്, വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ദൈവസാന്നിധ്യം വന്ന് നിറയുന്ന പോലെ, ഞങ്ങളുടെ വീടിനകത്തൊക്കെ ഒരു സന്തോഷമുള്ളതുപോലെ, വചനം കേൾക്കുമ്പോൾ ദൈവമാണ് നിങ്ങളുടെ ഭവനത്തെ, ജീവിതത്തെ സന്ദർശിക്കുന്നത്. ദൈവത്തിൻ്റെ സന്ദർശനം നടക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന, ആ എഴുതിയിട്ട നിയോഗം ഒന്ന് കയ്യിലെടുത്തേ. എന്നിട്ട് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആ വിഷയത്തെ നിങ്ങൾ എഴുതിയിട്ട 3 നിയോഗങ്ങളെ കൈകളിൽ എടുത്തു പിടിച്ച് ആ 1, 2, 3 നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. അസാധ്യമായത് സാധ്യമാക്കി കിട്ടാൻ മനുഷ്യൻ്റെ സഹായം പോരാ, ദൈവസഹായം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അസാധ്യമായത് സാധ്യമാക്കാൻ വേറെ ആരുടെ സഹായം കൊണ്ടല്ല, ദൈവ സഹായം കൊണ്ടാണ്. അങ്ങനെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. സങ്കീർത്തകൻ 121 അധ്യായം 1-2 വാക്യമുണ്ട്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിന്നെ സഹായിക്കും. സഹായിക്കും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സഹായം നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരം നിന്റെ ജീവിതത്തിൻ്റെ ബലമായി മാറട്ടെ. സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സഹായം നിന്റെ ജീവിതത്തിൽ, നിയോഗത്തിൽ ഇന്ന് ഇപ്പോൾ വെളിപ്പെടട്ടെ. നിന്റെ രോഗത്തിൻ്റെ ആശ്വാസത്തിന് കാരണമാകട്ടെ, നിന്റെ തടസ്സങ്ങൾ മാറുന്നതിന് കാരണമാകട്ടെ, നിന്റെ പ്രതികൂലങ്ങൾ മാറുന്നതിന് കാരണമാകട്ടെ, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തിയ എല്ലാ പ്രതിസന്ധികളും മാറുന്നതിന് കാരണമാകട്ടെ, ദൈവശക്തി വെളിപ്പെടാൻ കാരണമാകട്ടെ, ദൈവാനുഗ്രഹം വെളിപ്പെടാൻ കാരണമാകട്ടെ. നിന്റെ കുടുംബത്തിലേക്ക് നന്മകൾ വെളിപ്പെടട്ടെ, തലമുറകളിലേക്ക്, ജീവിതത്തിലേക്ക്, സമ്പത്തിലേക്ക്, ജോലിയിലേക്ക്, വരുമാന മാർഗങ്ങളിലേക്ക്, ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് ദൈവത്തിന്റെ സഹായം ഇപ്പോൾ വരട്ടെ. ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ആ നിയോഗത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വേഗത്തിൽ പ്രാർത്ഥിക്കാം. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാകുമെന്ന്. ദൈവത്തിന്റെ സഹായം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നിയോഗങ്ങളിൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയിൽ ഇന്ന് കേൾക്കുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം. എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. നിന്റെ സ്നേഹിതർ, ദൈവവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഉദയസൂര്യൻ. അതെന്താ അത്? ഉദയസൂര്യൻ ഏവരുടെയും കണ്ണുകൾക്കൊരാനന്ദവും ഒത്തിരി പ്രതീക്ഷയും തരുന്നൊരു കാര്യമാണ്. അത് കാണാൻ പോയി നിൽക്കുന്നവരും ഒക്കെ അതിന് സമയം മാറ്റിവെക്കുന്നവരുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ തെളിഞ്ഞു കയറി വരും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബമാണോ? ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ഇത് കേൾക്കുകയോ കാണുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഉദയസൂര്യനെ പോലെ ശോഭിക്കും. എന്താ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുമ്പോഴുള്ള പ്രത്യേകത? അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ഇരുട്ട് എതിലെ പോയെന്നറിയില്ല. ഉദയസൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇരുട്ട് വേഗത്തിൽ ഓടും. നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിലൂടെ നിന്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ഇരുട്ടെല്ലാം മാറിപ്പോവും. നിന്റെ ഭവനത്തിൽ ഉദയസൂര്യനെ പോലെ ഉദിക്കുന്നതാണ് ഈ വചനം. നിന്റെ ജീവിതത്തെ വെളിച്ചമാക്കുന്നതാണ് ഈ വചനം. ഭവനത്തിൻ്റെ ഇരുട്ടിനെ ദൂരെ എറിയുന്നതാണ് ഈ വചനം. ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരാൻ, ഉദയസൂര്യനെ പോലെ ശോഭിക്കാൻ
ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം തരും. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു വിഷയമാകാം, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയാം, നിങ്ങൾ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരും. നിങ്ങൾ തകർന്നും പരാജയപ്പെട്ടും ഇരിക്കുന്ന എല്ലാ വിഷയങ്ങളെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ ആദ്യം നിങ്ങളോട് പറ, എന്നിട്ട് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പറ, ഉദയസൂര്യനെ പോലെ ഞാൻ ഉദിച്ചു വരും, ഉദയസൂര്യനെ പോലെ ഞാൻ പ്രകാശിക്കും, ഉദയസൂര്യനെ പോലെ ഞാൻ ശോഭിക്കും എൻ്റെ ജീവിതത്തിൽ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഉദയസൂര്യനെ പോലെ ശോഭിക്കാൻ പോകുന്നത്. ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ 10 നാൾ വചനം കേൾക്കാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു കാലം ദൈവം ഒരുക്കും. വചനത്തിലൂടെ ദൈവം ഒരുക്കുന്നത് ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുന്നൊരു കാലമല്ല, ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു കാലമാണ്, പ്രശോഭിക്കുന്നൊരു കാലമാണ്. നിങ്ങളൊരു പക്ഷേ പരീക്ഷ എഴുതി പല പ്രാവശ്യം എഴുതി തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഒരാളായിരിക്കാം, പരാജയപ്പെട്ട ഒരാളായിരിക്കാം. എത്ര നോക്കിയിട്ടും ഒരു വീട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, ഒരു ജോലി നേടാൻ സാധിച്ചില്ല, ഒന്നും ജീവിതത്തിൽ സാധിച്ചില്ല, എൻ്റെ ജീവിതം തികഞ്ഞൊരു പരാജയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാകാം. എങ്ങനെയാലും ജീവിച്ച് മരിക്കട്ടെ എന്നൊക്കെ പറയുന്നവരാകാം. അങ്ങനൊന്നുമല്ല. ദൈവം നിന്നെ നോക്കി നിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ, സിറ്റുവേഷനെ, അവസ്ഥയെ, അന്തരീക്ഷത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരും, ഉദയസൂര്യനെ പോലെ പ്രശോഭിക്കും, ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്നൊരു കാലമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിക്കും വിജയിക്കാൻ ആവശ്യം ഓരോ അനുഗ്രഹമാണ്. ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് വിജയിക്കാൻ വേണ്ടത് ഒരു അനുഗ്രഹമാണ്. എന്നോർത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അതിൽ മുന്നോട്ട് പോകാൻ വേണ്ടത് മറ്റൊരു അനുഗ്രഹമാണ്. പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടത് മറ്റൊരു അനുഗ്രഹമാണ്. കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭർത്താവ്, ഭാര്യ എന്ന നിലയിൽ അവർക്ക് വേണ്ടത് മറ്റൊരു അനുഗ്രഹമാണ്. ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹമാക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ നന്മകളാണ്. അത് വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ചില പാത്രത്തിനകത്ത് പഞ്ചസാര, ചിലതിനകത്ത് ചായപ്പൊടി, ചിലതിനകത്ത് കാപ്പിപ്പൊടി, ചിലതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാം ഇങ്ങനെ അടുക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ അന്നേരെ നോക്കുന്നത് പഞ്ചസാരയുണ്ടോ, ചായപ്പൊടിയുണ്ടോ, പാലുണ്ടോ. ആ ഒരു ചായയെ മനോഹരമാക്കുന്ന കാര്യങ്ങളാണ് അത് മൂന്നും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കുകയാണ്, നമുക്ക് നല്ലൊരു സാമ്പാർ വയ്ക്കണം. സാമ്പാർ വയ്ക്കാൻ നമ്മൾ നോക്കുന്നത് പഞ്ചസാരയുണ്ടോ, ചായപ്പൊടിയുണ്ടോ, പാലുണ്ടോ എന്നല്ല. അതിന് വേണ്ടത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ഓരോ ഭക്ഷണവും അതിനെ രുചിയുള്ളതും മനോഹരമായതും മാറ്റുന്നത് ഓരോ കാര്യങ്ങളാണ്. എന്നതുപോലെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്ക് വേണ്ടത് അനുഗ്രഹം, വേറൊരു തരത്തിലൊരു അനുഗ്രഹമാണ്. പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടത് മറ്റൊരു അനുഗ്രഹമാണ്. ജോലി ചെയ്യുന്നവർക്ക് വേണ്ടത് മറ്റൊരു അനുഗ്രഹമാണ്. ഓരോ ജീവിതാന്തസ്സിൽപ്പെട്ട ആളുകൾക്കും അവരവരുടെ ജീവിതം ഉദയസൂര്യനെ പോലെ പ്രശോഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹമാണ്. അതെവിടെ നിന്ന് കിട്ടും? നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമായത് പഞ്ചസാര, ചായപ്പൊടി എല്ലാം മേടിക്കുന്ന കടയിൽ പോയി വില കൊടുത്താണ് മേടിക്കുന്നത്. അല്ലാതെ കടയിൽ നിന്ന് നടന്നു വന്ന് ആ കുപ്പിക്കകത്തിരിക്കുന്നതല്ല. അത് മേടിച്ചെടുത്തതാണ്, വില കൊടുത്ത് മേടിച്ചതാണ്. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ വിശ്വാസമാകുന്ന വില കൊടുത്ത് മേടിച്ചെടുക്കണം. പ്രാർത്ഥനയാകുന്ന വില കൊടുത്ത്, ദൈവാശ്രയമാകുന്ന വില കൊടുത്ത് നിങ്ങളുടെ ഭാവിയെ മനോഹരമാക്കുന്ന സകല അനുഗ്രഹങ്ങളും മേടിച്ചെടുക്കണം. എന്നാലേ അത് നമ്മളിൽ ഉണ്ടാകുള്ളൂ. പഞ്ചസാരയും ചായപ്പൊടിയും മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും നടന്നു കയറി ഭരണിക്കകത്ത് വന്നിരിക്കത്തില്ല. അത് മേടിച്ച് കൊണ്ടുവന്ന് അതിനകത്ത് വയ്ക്കുമ്പോഴാണ് അത് അവിടെ ഉണ്ടാവുള്ളൂ. അത് തീരാൻ പോകും, അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീരും. അപ്പോൾ വീണ്ടും മേടിക്കും. ഇതുപോലെ എൻ്റെ ജീവിതം അനുഗ്രഹമാകാൻ എപ്പോഴേലും കിട്ടിയൊരു അനുഗ്രഹം പോരാ. ആ അനുഗ്രഹം അത് കുറയുന്നതനുസരിച്ച് വീണ്ടും പ്രാർത്ഥിച്ചും വചനം കേട്ടും ആശ്രയിച്ചും മേടിച്ചെടുക്കണം. ചില ആളുകളൊക്കെ ഒത്തിരി മിടുക്കരായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് അവർ ജീവിതത്തിൽ വലുതായി പരാജയപ്പെട്ടു. എന്താ കാരണം അറിയോ? അവർ അപ്ഡേറ്റ് ചെയ്തില്ല. അവർക്കുള്ള അനുഗ്രഹങ്ങളെ അവർ വീണ്ടും വീണ്ടും മേടിച്ചെടുക്കാൻ പരാജയപ്പെട്ടു പോയി. എന്തിനാ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? എന്തിനാ എല്ലാ ദിവസവും വചനം കേൾക്കുന്നത്? ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അറിയാം. പക്ഷേ ഇന്ന് നിൻ്റെ ജീവിതം അനുഗ്രഹമാകാൻ ഈ വചനത്തിലൂടെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്.
ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യം, നിങ്ങളുടെ ജീവിതത്തിന് രുചി കൂട്ടുന്ന, നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന, നിങ്ങളുടെ ഭാവിയെ മനോഹരമാക്കുന്ന എന്ന് പറഞ്ഞാൽ ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന നിലയിലെത്തിക്കുന്നത് ഓരോ ദിവസവും കേൾക്കുന്ന വചനമാണ്, ഓരോ ദിവസവും എടുക്കുന്ന പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ദൈവാശ്രയത്തെ, ഇവിടെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇഷ്ടമില്ലാതെ കേൾക്കുന്നവരുണ്ടാകും, ഇഷ്ടമുള്ളതോടെ കേൾക്കുന്നവരുണ്ടാകാം. നിങ്ങൾ ഉദയസൂര്യനെ പോലെ ശോഭിക്കും, പ്രശോഭിക്കും, ഉദിച്ചു വരും. അത് ഇരുട്ടിനെ വലിച്ചെറിയും, വെളിച്ചത്തെ കൊണ്ട് നിറയ്ക്കും. ജീവിതത്തിൽ ഈ വചനം ഉദയസൂര്യനെ പോലെയാകട്ടെ. ഉദിച്ചു വരുന്ന ഉദയസൂര്യനെ പോലെ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഒരു പ്രതീക്ഷ ഉദിച്ചു വരാനിടയാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുമെന്ന് മാത്രമല്ല, ശോഭിക്കും. ആ എഴുതിയിട്ട നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന നാളെ കഴിഞ്ഞുള്ളൂ. സാധിക്കുന്ന എല്ലാവരോടും, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടൊക്കെ പറ, ഈ 3 ദിവസമെങ്കിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറ. അല്പം ത്യാഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അല്പം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒന്ന് ചേരാം. കർത്താവ്, ഇന്ന് വചനം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വ്യാപരിച്ചത് ആ വചനത്തിനകത്തുള്ള സൗഖ്യം തരുന്ന ശക്തിയാണ്. ഇന്ന് വചനം കേട്ടപ്പോൾ എൻ്റെ നിയോഗങ്ങളിൽ വ്യാപരിച്ചതൊരു വിടുതൽ വരുന്ന ശക്തിയാണ്. എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് നിയോഗ പ്രാർത്ഥന 5 പ്രാവശ്യം എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ, ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിക്കാം. നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടണമേ. ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ ദൈവസഹായം ഇന്ന് എനിക്ക് ലഭിക്കാൻ, ഇന്ന് എന്റെ കുടുംബത്തിന് ലഭിക്കാൻ ഇടയാകണമേ, ഇടയാകണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാളെ കഴിഞ്ഞും ശുശ്രൂഷയുടെ ഏറ്റവും സമാപന ദിവസത്തിലേക്ക് വരികയാണ്. സാധിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുന്നു. വെള്ളിയാഴ്ച നിങ്ങൾക്കിവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, താല്പര്യപ്പെടുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ളൊരു സമയമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പഠന ഉപകരണങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഉപയോഗിക്കുന്ന ബുക്കും പേനയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തെ ഒരു അഴുക്കിലും ചെന്ന് പെടാതെ, ഒരു കൂട്ടുകെട്ടിലും ചെന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അതോടൊപ്പം ഈ സമാപന ദിവസം കൂടുതലായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അനേകങ്ങൾ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വിടുതൽ കൊടുക്കുവാൻ ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണിത്. ആ സമയം പ്രയോജനപ്പെടുത്താൻ ദൈവത്തിൻ്റെ സത്യമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്നൊരു സമയം, ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരാൻ ഒരു സമയം ഉണ്ടാകട്ടെ, ഭാവി ഉണ്ടാകട്ടെ, ജീവിതമുണ്ടാകട്ടെ, സൗഭാഗ്യങ്ങൾ ദൈവം ഒരുക്കി തരട്ടെ, നന്മകളുണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, വഴക്കുകളിൽ നിന്നും, അകൽച്ചകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള മാരക രോഗപീഠകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി ഇന്നും എപ്പോഴും സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ. മുപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ, മാരക രോഗപീഠകളെല്ലാം മാറിപ്പോകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. ഇതൊരു നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്നവരെ അറിയിക്കുക. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. നാളെ കഴിഞ്ഞും കൂടി ഉള്ളൂ ഉപവാസ നിയോഗ പ്രാർത്ഥന.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഏറ്റവും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ നമുക്ക് കാണുന്നതുവരെ ഉള്ള കയ്യിൽ നമ്മെ ദൈവം സൂക്ഷിക്കട്ടെ. ആമേൻ.